നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ വിവിധ സഭകളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ഈ യോഗത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ലഭിച്ച സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച HPFൻ്റെ എല്ലാ ഭാരവാഹികളോടും എൻ്റെ നന്ദി, കടപ്പാട് അറിയിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വേദഭാഗം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് തുറക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 10 മുതൽ ഞാൻ വായിക്കുന്നു. ഞാൻ വായിച്ചോളാം. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാണിത്. ഭൂമിയുടെ നടുവിൽ ഞാനൊരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്ന് ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവഭൂമിയുടെയും അറ്റത്തോളം കാണാവുന്നതുമായിരുന്നു. അതിൻ്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയും ആയിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിൻ്റെ കീഴെ തണലിടച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ച് കളയും. അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അതിൻ്റെ തായ്വേരോ വയലിലെ ഇളമ്പുല്ല് ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കും. ദൈവ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ഞാൻ ഈ വേദഭാഗം വായിച്ചതുകൊണ്ട് ദാനിയേൽ പ്രവചനത്തെ പ്രവചനപരമായി എന്തെങ്കിലും വ്യാഖ്യാനിക്കുവാനല്ല ഞാൻ ഈ വാക്യം വായിച്ചത്. ഞാൻ ഈ വായിച്ച വേദഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വായിച്ചത്. നെബൂഖദ്നേസറിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, നമുക്കറിയാം. നെബൂഖദ്നേസർ അല്ല എൻ്റെ ചിന്താവിഷയം, ദാനിയേലുമല്ല എൻ്റെ ചിന്താവിഷയം. പക്ഷെ ദൈവത്തിൻ്റെ പ്രവർത്തന രീതികളിൽ ദൈവം കാണിക്കുന്ന ഒരു സവിശേഷത മാത്രം ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ചിന്ത പങ്കുവയ്ക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 15-ാം വാക്യം. അതിൻ്റെ തായ്വേരോ വയലിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വച്ചേക്കും. 14-ാം വാക്യത്തിൽ പറയുന്നു, വൃക്ഷം വെട്ടിയിടും, അതിൻ്റെ എല്ലാ കൊമ്പും മുറിച്ചു കളയാം, ഇല കുടഞ്ഞു കളയാം, കായ്കൾ ചിതറിച്ച് കളയാം. പക്ഷേ അതിൻ്റെ തായ്വേര് വെച്ചേക്കണം. എന്തിനാ വേര് മാത്രം വെച്ചേക്കുന്നു? ഇന്നത്തെ ദൂതന്റെ ചുരുക്കം പറയാം. എന്തവശേഷിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ദൈവത്തിന് ഇന്ന് രാത്രി ഒരത്ഭുതം ചെയ്യാൻ കഴിയും. വൃക്ഷം വെട്ടിയിട്ടത് കൊണ്ട്, കൊമ്പ് മുറിച്ചു കളഞ്ഞത് കൊണ്ട്, ഇല കുടഞ്ഞു കളഞ്ഞത് കൊണ്ട്, കായ്കൾ ചിതറിപ്പോയത് കൊണ്ട് എല്ലാം പോയെന്ന് പറയരുത്. പുറമേ നോക്കിയാൽ ഇനി ഒന്നും കാണാനില്ല. നേരത്തെ ഉണ്ടായിരുന്ന വൃക്ഷം അവിടെ ഇല്ല. അതിന്റെ കൊമ്പെല്ലാം മുറിച്ചു കളഞ്ഞു, ഇലയെല്ലാം കുടഞ്ഞു കളഞ്ഞു,
കായ്കൾ ചിതറിപ്പോയപ്പോൾ കണ്ടു നിന്നവർ പറഞ്ഞു കാണും, ഇനി ഇത് കിളിർക്കുകയില്ല, ഇനി ഒരു ഉയർപ്പില്ല, ഇനി ഒരു നന്മയില്ല, ഇനി ഒരു ശുശ്രൂഷയില്ല, ഇനി ഒരു സൗഖ്യമില്ല, ഇനി ഒരു വിടുതലില്ല, എല്ലാം അവസാനിച്ചെന്ന് വിധി എഴുതിയ ആളുകളുടെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ട്. പുറമേ നോക്കിയാൽ ഒന്നും കാണാനില്ലെങ്കിലും വിശ്വസിക്ക്, ഒരത്ഭുതത്തിനുള്ള വക ദൈവം കരുതിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയിൽ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ അറിയപ്പെട്ട ഒരു ലീഡർ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അയച്ചു. എന്നോട് പറയാം, അച്ഛൻ ഇതിൻ്റെ മറുപടി ഒന്ന് ഒരു വീഡിയോ ചെയ്തു തരണമെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ചെയ്തു തരാം. ആരോ ഹൈന്ദവരിറക്കിയ ഒരു വീഡിയോയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രമേയം ഇതാണ്: പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ഒരു ദൈവമാണ്, രക്തക്കൊതിയനായ ഒരു ദൈവമാണ്, സ്വാർത്ഥനായ ഒരു ദൈവമാണ്. ഒരു ഹിന്ദു എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നാൽ ഒരു മാസം മുമ്പ്, പേര് പറയുന്നില്ല, മലയാളികൾക്കെല്ലാം സുപരിചിതനായ അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള ഒരു പ്രഭാഷകൻ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു നോട്ടിട്ടിരുന്നു: ഈ ബൈബിൾ മാറ്റി വേറെ ഒരു ബൈബിൾ നമുക്കുണ്ടാക്കണം. പെന്തിക്കോസുകാരൻ തന്നെ. എൻ്റെ കാരണം അദ്ദേഹം പറയുന്നത്, പഴയ നിയമത്തിൽ കാണുന്ന ദൈവം ക്രൂരനാണ്. യഹോവ ക്രൂരനായ ഒരു ദൈവമാണ്. അത് മാറ്റി എഴുതണം. ഏതൊക്കെ ഭാഗം ബൈബിളിൽ നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റി ഒരു പുതിയ ബൈബിൾ ഉണ്ടാക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ദൈവം ക്രൂരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വേദപുസ്തകത്തിൻ്റെ ആദ്യ താള് മുതൽ അവസാന താള് വരെയും ഞാൻ കാണുന്നത് എൻ്റെ ദൈവം സ്നേഹം തന്നെയാണ്. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യനെ തേടി വന്നത് മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമേ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുള്ളൂ. എൻ്റെ ദൈവം കരുണയുള്ളവനാണ്. എന്നാൽ എൻ്റെ ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് ചിലപ്പോൾ ദൈവത്തിൻ്റെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വശം അവിടെയെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതുകൊണ്ട് സ്വത്രം പറയണ്ട, ദൈവ കരുണയുള്ളവനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ആയുസോടെ ഇവിടെ വന്നതെന്ന് ബോധ്യമുള്ള ഒരു ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാം. ഇവിടെ നെബൂഖദ്നേസറിനെ ദൈവം ന്യായം വിധിക്കുമ്പോഴും ദൈവം പറയുകയാണ്, വൃക്ഷം വെട്ടിക്കൂ, കൊമ്പ് മുറിച്ചു, ഇല കുടഞ്ഞു കളഞ്ഞു, കാ ചെതറിച്ചു, പക്ഷേ തായ്വേര് അവിടെ നിർത്തിയേക്കണം. നിർത്തിയാ പോരാ, ഇരുമ്പും താമ്രവും കൊണ്ട് ബന്ധിപ്പിച്ചവിടെ നിർത്തണം. അവിടെ ബന്ധനം എന്ന് പറഞ്ഞതുകൊണ്ട് പെന്തിക്കോസ്തുകാരായ നമ്മൾ സാധാരണ പറയുന്ന ബന്ധനമല്ല അവിടുത്തെ ബന്ധനം. ഇവിടെ ബന്ധനമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കവറിങ് ഉണ്ടാക്കണമെന്ന്. ഇരുമ്പും താമ്രവും കൊണ്ട് ഈ വേരിന് ഒരാവരണം ഉണ്ടാക്കി ആ വേരവിടെ വെച്ചേക്കണം. എന്തിനാ ഈ ബന്ധനം, ഈ ആവരണം ഉണ്ടാക്കുന്നത്? ഇതിനൊരു കേടും വരരുത്, ഒരു കേടും വരരുത്. എന്തിന്? അതവിടെ നിർത്തിയേക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വീണ്ടും കിളിർത്തു വരാൻ വേണ്ടി ദൈവം അതിനെ അവിടെ നിർത്തിയിരിക്കുക. എൻ്റെ വ്യാഖ്യാനം ശരിയാണോ? താഴോട്ട് നോക്കി 26-ാം വാക്യം. താഴ്വേര് വെച്ചേക്കുവാൻ ഞാൻ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജത്വം തിരുമേനിക്ക് സ്ഥിരമാകും.
രാജത്വം നഷ്ടപ്പെടുന്നതാണ് വൃക്ഷം വെട്ടിയിടാൻ പറഞ്ഞത്. പക്ഷെ ദൈവം പറയാണ്, വെട്ടിയിടുമ്പോഴും ഞാൻ ക്രൂരനല്ല, ഞാൻ കരുണയുള്ളവനാണ്. ഞാൻ കരുണയുള്ളവനായതുകൊണ്ട് നിന്റെ വേര് ഞാൻ അവിടെ വെച്ചേക്കുക, അതിന് കേടുവരാതെ ഞാൻ സൂക്ഷിച്ചേക്കുക. എന്തിനാണ്? നീ മനസ്സിലാക്കേണ്ട കാര്യം നീ മനസ്സിലാക്കി കഴിയുമ്പോൾ, നിന്നെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യം നിന്നെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിനക്ക് വീണ്ടും ഒരു കിളിർപ്പുണ്ട്, വീണ്ടും ഒരു മടങ്ങിവരവുണ്ട്. ഇന്ന് രാത്രി എന്തെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ, എന്തെങ്കിലും വെട്ടിക്കളഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, പിശാച് പറയുന്ന നുണ കേട്ട് വിശ്വസിക്കരുത്. ദൈവം വേരോടെ പിഴുതു കളയുന്നവനല്ല. പിശാചിന്റെ ആഗ്രഹം നിന്നെ വേരോടെ പിഴുതു കളയണമെന്ന, നിന്റെ ആരോഗ്യം വേരോടെ പിഴുതു കളയണം, നിന്റെ നന്മ വേരോടെ പിഴുതു കളയണം, നിന്റെ തലമുറയുടെ ഭാവി വേരോടെ പിഴുതു കളയണമെന്ന് ദുഷ്ടപിശാച് വാദിക്കുമ്പോഴും ഇല്ല, ദൈവം നമ്മളെ വേരോടെ പിഴുതു കളയുന്നവനല്ല. ദൈവം നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി, ദൈവം എന്തെങ്കിലും നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ചിലപ്പോൾ ചിലതൊക്കെ നീക്കിക്കളഞ്ഞാലും ചിലതൊക്കെ വെട്ടിക്കളഞ്ഞാലും എന്റെ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് വീണ്ടും ഒരു മടങ്ങി വരവിന് വേണ്ടി, വീണ്ടും ഒരു കിളിർപ്പിന് വേണ്ടി ഒരു വേരെങ്കിലും ദൈവം അവിടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ഞാൻ വീണ്ടും കിളിർത്തു വരും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി വിളിച്ചു പറ, ദുഷ്ടപിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറ, വെട്ടിക്കളഞ്ഞത് കണ്ടുകൊണ്ട്, കൊമ്പ് മുറിച്ചത് കണ്ടുകൊണ്ട്, ഇല കുടഞ്ഞത് കണ്ടുകൊണ്ട്, കായ് ചിതറിപ്പോയത് കണ്ടുകൊണ്ട് എല്ലാം അസ്തമിച്ചെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിശ്വസിക്കുകയില്ല. ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, എന്റെ ദൈവം കരുണയുള്ളവനാണ്, എന്റെ ദൈവം മനസ്സലിവുള്ളവനാണ്. അതുകൊണ്ട് വേരവിടെ വെച്ചിട്ടുണ്ട്, അത് വീണ്ടും കിളിർത്തു വരും. ദൈവം മനുഷ്യനെപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവമാണ്. ഒരിക്കൽ ഞാനൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ രണ്ടാമത്തെ ചാൻസിൽ തോറ്റാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, വീണ്ടും ഒരു ചാൻസ് തരും, അതിന്റെ പേരും സെക്കൻഡ് ചാൻസ് എന്നാണ്, തേർഡല്ല. വീണ്ടും ചാൻസ് തരും, അതിന്റെ പേരും സെക്കൻഡ് ചാൻസ് എന്നാണ്. കാരണം ദൈവം എപ്പോഴും മടങ്ങി വരാൻ അവസരം തരുന്ന ദൈവമാണ്. മടങ്ങി വരാൻ മനസ്സുള്ള ഏത് മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വലിക്കുന്നത് വരെയും ദൈവം അവസരം തന്നുകൊണ്ടിരിക്കും. എന്റെ ദൈവം കരുണയുള്ള ദൈവമാണ്. ഹാബക്കൂക്കിന്റെ പ്രാർത്ഥനയിൽ ഹാബക്കൂക്ക് ദൈവത്തോട് പറയുന്ന ഒരു വാചകമുണ്ട്, ക്രോധത്തിങ്കിലും കരുണ ഓർക്കണേ. ക്രോധത്തിങ്കിലും കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം. യോബിന്റെ പുസ്തകത്തിലേക്ക് തിരിക്കാം. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം. ഏതാണ്ട് ഇതേ അർത്ഥമുള്ള ഒരു വാക്യമാണ്. 14-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും. യോബിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. യോബിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൃക്ഷം വെട്ടിയിടുന്നത് പോലെ അവന്റെ നന്മകളെല്ലാം ഒരു ദിവസം വെട്ടിയിട്ടു. കൊമ്പുകൾ മുറിച്ചു കളയുന്നത് പോലെ ഒറ്റ ദിവസം 10 മക്കളും മരിച്ചുപോയി. ഇല കുടഞ്ഞു കളയുന്നത് പോലെ അവന്റെ സമ്പത്തുകളെല്ലാം അവന് നഷ്ടമായി. കാഴ്ച തൊറിപ്പോകുന്നത് പോലെ അവൻ്റെതെല്ലാം നഷ്ടമായി. അവൻ്റെ ഭാര്യ പറഞ്ഞു, നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊള്ളാതെ ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞു. പക്ഷെ യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. എല്ലാം നഷ്ടമായാലും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയില്ല. സ്നേഹിതന്മാർ പറഞ്ഞു, ഇവനെന്തോ കുഴപ്പമുണ്ട്. ആളുകളെല്ലാം പറഞ്ഞു, യോബിന് എന്തോ കുഴപ്പമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഇവനൊരു ജീവിതമില്ല, ഇനി ഇവനൊരു മടങ്ങി വരവില്ല എന്ന് ആളുകൾ പറയുമ്പോഴും യോബിൻ്റെ മനസ്സ് പറഞ്ഞു, ഒരു വൃക്ഷമായാൽ അത് വീണ്ടും കിളിക്കുന്നത് പോലെ യോബിൻ്റെ മനസ്സ് പറഞ്ഞു,
അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരാം. ഇന്ന് രാത്രി ദുഷ്ടപിശാചിനോട് വിളിച്ചു പറ, ജീവിതത്തിൻ്റെ ഏത് കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തീയ് നിങ്ങളെ ചാരമാക്കാനുള്ളതല്ല. ഇതിൽ നിന്ന് പൊന്നുപോലെ ഞാൻ പുറത്തു വരുമെന്ന് വിശ്വാസമുള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരും. വ്യക്തിപരമായി ചിലരോട് ദൈവം ഇടപെടുന്നു. ഇനി നീ പുറത്ത് വരികയില്ല. ഈ തീക്കകത്ത് നീ വെന്തു പോകത്തേയുള്ളൂ. ഈ രോഗം നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഈ ശോധന നിന്നെ നശിപ്പിച്ചേ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സ് പറയട്ടെ, ഇല്ല, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. വൃക്ഷം വെട്ടിയിട്ടാലും, കൊമ്പ് മുറിച്ചു കളഞ്ഞാലും, ഇല കുടഞ്ഞു കളഞ്ഞാലും, കൊമ്പ് വാടിപ്പോയാലും എൻ്റെ മനസ്സ് പറയുന്നു, ഞാൻ വീണ്ടും കിളിർക്കും, ഞാൻ പുറത്തു വരും. യോബ് ധൈര്യമായിട്ട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, എൻ്റെ ദൈവം കരുണയുള്ളവനാണ്, എൻ്റെ പേര് ദൈവം അവിടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് വീണ്ടും കിളിർത്തു വരുമെന്ന് ഇന്ന് രാത്രി മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാണ്. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് വീണ്ടും വായിക്കുന്നു, അതിനെ വെട്ടിയാൽ വീണ്ടും പൊട്ടി കിളിർക്കും, അതിൻ്റെ ഇളക്കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല, അതിൻ്റെ വേര് നിലത്തെ പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. വീണ്ടും ശ്രദ്ധിക്കുക, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, പഴകിപ്പോയി. ഹോസ്പിറ്റലിലെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ, നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു, പക്ഷേ ഇത് വളരെ പഴകിപ്പോയല്ലോ. അത് മനുഷ്യനാണ് പഴകിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. പഴകിയാലും പറഞ്ഞാട്ട്, പിശാചിനോട് പറഞ്ഞാട്ട്, എത്ര പഴകിയാലും ഇനി വിടുതലില്ലെന്ന് പറഞ്ഞാലും, ഇനി സൗഖ്യമില്ലെന്ന് പറഞ്ഞാലും, ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് പറഞ്ഞാലും, നാം വായിച്ച വാക്യം പറയുന്നു, അതെത്ര പഴകിയാലും ഇന്ന് രാത്രി വിശ്വാസത്തോട് പറ, എൻ്റെ രോഗം എത്ര പഴകിയതാണെങ്കിലും, എൻ്റെ പ്രശ്നം എത്ര പഴകിയതാണെങ്കിലും, എൻ്റെ നഷ്ടങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന് സമയം കടന്നു പോയിട്ടില്ല. മനുഷ്യന്മാരെ സമയം കഴിഞ്ഞു പോയി, പഴകിപ്പോയി, ഇത് പഴകിപ്പോയി. ഇല്ല, പഴകിയിട്ടില്ല. എത്ര പഴകിയാലും അതവിടെ ഉണ്ട്. എത്ര പഴകിയാലും അതിൻ്റെ കുറ്റി ക്ഷയിച്ചു പോയാലും. ഇശായിയുടെ കാലത്ത് ദാവീദ് ഗൃഹം വലിയൊരു മുളം കാട് പോലെ വളർന്നു നിൽക്കുകയായിരുന്നു. പക്ഷെ ദാവീദിന് ശേഷം ആ കുടുംബം ക്ഷയിച്ചു പോയി. അതിൻ്റെ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടു പോയി, അധികാരം നഷ്ടപ്പെട്ടു പോയി, ഒരു കുറ്റി പോലെയായി. പക്ഷെ യെശയ്യാ വിളിച്ചു പറഞ്ഞു, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. അത് വലിയൊരു കാട് പോലെ ആയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഭംഗിയുണ്ട്, തഴച്ചു വളരുകയാണെന്ന്. പക്ഷേ അത് വാടിപ്പോയപ്പോൾ എല്ലാവരും എഴുതി തള്ളി. പക്ഷേ ദാവീദിന്റെ സിംഹാസനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ആ കുറ്റിയിൽ നിന്ന് എൻ്റെ യേശുവിനെ ദൈവം ഈ ഭൂമിയിൽ കൊണ്ടുവന്നെങ്കിൽ എന്ന് രാത്രി വിളിച്ചു പറ, അത് കുറ്റിയായിപ്പോയാലും പഴകിപ്പോയാലും മണ്ണിന് മീതെ ഇനിയും ഒന്നും കാണാനില്ലെങ്കിലും അതിൻ്റെ പേരവിടെ വെച്ചിട്ടുണ്ട്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. അതിൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് പുറപ്പെട്ടു വരും. എവിടുന്നാ വരുന്നത്? വേര്. ഇശായിയുടെ കുറ്റി ക്ഷയിച്ചു പോയി, പക്ഷെ ഒരു വേര് ബാക്കിയുണ്ടായിരുന്നു.
ആ വേരിൽ നിന്ന് നമുക്കൊരു രക്ഷിതാവിനെ ലോകത്തിലേക്ക് അയച്ചു തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്, കരുണയോർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിങ്ങനെയാണ്, എപ്പോഴത് കിളിർത്തു വരുന്നത്? വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോഴായത് കിളിർത്തു വരുന്നത്. അപ്പൊ എത്ര പഴകിയാലും ഇത് കിളിർക്കാൻ എന്ത് മതി? വെള്ളത്തിന്റെ ഗന്ധമടിച്ചാൽ മതി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്നത് പെന്തിക്കോസ്തുകാരാ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ വെള്ളത്തിന്റെ ഗന്ധമല്ല, ആ വെള്ളത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഉണ്ടാകട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. കിളുക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത് ഇന്ന് രാത്രി വെള്ളത്തിന്റെ ഗന്ധമല്ല, വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് അത് കിളുത്ത് വരത്തക്കവണ്ണം ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? എൻ്റെ ദൈവമേ, ഇന്ന് നിന്റെ ആ വെള്ളത്തിന്റെ ഒരു മണമടിച്ചു പോകാനല്ല, അതിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് എൻ്റെ ഉള്ളിലേക്ക് അയക്കണമെന്ന് താല്പര്യമുള്ളവർ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, കരങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ഇന്ന് രാത്രി ഇതുവരെ കിളർക്കുന്നില്ലെന്ന് പറഞ്ഞ ചിലതിന് എൻ്റെ ദൈവം കിളർപ്പിക്കാൻ പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇനി ഉയർത്തുന്നെന്ന് പറഞ്ഞതിനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇനി വിടുതലില്ലെന്ന് പറഞ്ഞ പ്രശ്നത്തെ ദൈവം വിടുവിച്ചു കൊണ്ടുവരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. എഴുതി തന്നരുത്. എൻ്റെ ദൈവത്തിന് ശേഷിപ്പിൽ നിന്ന് അത്ഭുതം ചെയ്യാൻ പറ്റും. എവിടെ എന്തെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും ഒരത്ഭുതത്തിനുള്ളത് ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഏറ്റവും മുടിഞ്ഞു നശിച്ചുപോയി, ഇനി ഞങ്ങൾക്കൊരു ഉയർപ്പില്ല, ഒരു മടങ്ങിവരവില്ല എന്ന് പറയുമ്പോഴാണ് എസെക്കിയേൽ പ്രവാചകനെ ഒരസ്ഥികളുടെ താഴ്വരയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. അസ്ഥികളുടെ ഒരു താഴ്വര അവിടെ കിടക്കുന്നത്. ബന്ധം വിട്ടുപോയ ആളുകൾ, ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയത്. ഒരു ശരീരത്തിന്റെ പല അസ്ഥികൾ പലയിടത്ത് കിടക്കുകയാണ്. ഒരിടത്തല്ല കിടക്കുന്ന അസ്ഥികൾ കൂടി കിടക്കുകയാണ്. എല്ലാ ബന്ധവും വിട്ടുപോയി, എല്ലാ ഐഡന്റിറ്റിയും നഷ്ടപ്പെട്ടു പോയി. പ്രവാചകനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ദൈവത്തോട് പറഞ്ഞു, നിനക്കറിയാം. പക്ഷെ ദൈവം പറഞ്ഞ ഒരൊറ്റ കാര്യം ചെയ്ത് വെച്ചാൽ മതി. ഏത് പ്രതീക്ഷയില്ലാത്ത അസ്ഥികളാണെങ്കിലും, ഇനി ജീവിക്കത്തില്ലെന്ന് പറയുന്ന അസ്ഥികളാണെങ്കിലും, ഐഡന്റിറ്റി നഷ്ടപ്പെട്ടതാണെങ്കിലും, ചിതറിപ്പോയതാണെങ്കിലും, ദൈവം പറഞ്ഞു അവരോട് പ്രവചിക്കാൻ പറഞ്ഞു. അവരോട് പ്രവചിക്കുക. എന്തോ പ്രവചിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം അവരോട് പറയാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഉണങ്ങിയ അസ്ഥികളെ, ചിതറിപ്പോയ അസ്ഥികളെ മടക്കിക്കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത് വേറെ അർത്ഥത്തിൽ ചിന്തിക്കരുത്. സഭയ്ക്കിന്ന് പറ്റിയ ഏറ്റവും വലിയ കുഴച്ചില് ദൈവവചനം സഭകളിൽ പഠിപ്പിക്കുന്നില്ലെന്നുള്ളതാണ്. എന്താ ഉണങ്ങിയിരിക്കുന്നത്? അവരോട് വചനം പറയുന്നില്ല. എസെക്കിയേലിനോട് പറയുന്നത് വചനം പറയാനാ പറഞ്ഞവരോട്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഈ വചനം അവരോട് പറ, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയട്ടെ, വചനത്തിന്റെ വിത്ത് വീണാണ് നമ്മൾ വീണ്ടും ജനിച്ചതെങ്കിൽ വചനം കുടിച്ചു തന്നെയാണ് നമ്മൾ വളർന്നു വരേണ്ടത്. ഇന്ന് നമ്മുടെ പ്രസംഗ വേദികളെല്ലാം കോമഡി ഷോകളായിട്ട് മാറുകയില്ലേ? എത്ര കൺവെൻഷനിലാണ് പ്രസംഗിക്കാൻ സമയമുള്ളത്? ഒരു എന്റർടൈൻമെന്റ് സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുകയില്ലയോ? ഉത്തരാധുനിക യുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയല്ലയോ ഇലൂമിനേഷന് പകരം എന്റർടൈൻമെന്റ് ആയത്? ഇന്നൊരു യോഗത്തിന് പോകുമ്പോൾ പ്രസംഗിക്കുന്ന ആരാണെന്നല്ലല്ലോ തിരക്കുന്നത്, പാടുന്നത് ആരാണെന്നാണ് തിരക്കുന്നത്. ഇന്ന് ആളുകൾ ആരാധിക്കുന്നത് ദൈവത്തെയല്ല, സംഗീതത്തെയാണ് ആരാധിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്താ ഈ സംഗീതം? ഇതിനോട് നമുക്കാർക്കും മടിയൊന്നുമില്ല, നമ്മുടെ പാട്ട് പാടണം, ആരാധിക്കണം. പക്ഷേ പാട്ടുകാരുടെ പേര് നോക്കിയേ യോഗത്തിന് വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തോ കാര്യമായ കുഴപ്പം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. മ്യൂസിക്കിനെ അല്ല വർഷിപ്പ് ചെയ്യേണ്ടത്,
ദൈവത്തെ ആരാധിക്കേണ്ടത്. താളമേളങ്ങളെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തിന്റെ സഭ മടങ്ങി വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞേ പറ്റൂ. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അല്പബുദ്ധികളെ ജ്ഞാനിയാക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നമ്മെ ജീവിപ്പിക്കാൻ കഴിയൂ. ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചത് ദൈവത്തിന്റെ വചനം കേട്ടപ്പോഴാണ്. അസ്ഥിയോട് കൂടെ ചേർന്ന് വന്നത്. ദൈവത്തിന്റെ വചനത്തിന് പകരം വേറെ ഒന്നും മാറ്റിവെക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വിധികളാണ്. ദൈവവചനത്തിലേക്ക് സഭ മടങ്ങി വരണം. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ബൈബിളിൽ ഒരുപാട് ക്രിയാപദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പദങ്ങളുണ്ട്. അവന്റെ ന്യായപ്രമാണം, അവന്റെ കൽപ്പനകൾ, അവന്റെ പ്രമാണങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവന്റെ വിധികൾ സത്യമായവ. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വിധിയാണ്. വിധിയെന്ന് പറഞ്ഞാൽ വാദമല്ല. ഒരു വിഷയം സംബന്ധിച്ചുള്ള എല്ലാ വാദവും കേട്ടിട്ട് ജഡ്ജി പറയുന്ന അവസാന വാക്കാണ് വിധി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം അപ്പീലില്ലാത്ത വിധിയാണ്. കാരണം ഇത് ദൈവസിംഹാസനത്തിൽ നിന്നുള്ള വിധിയാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഉണങ്ങിയ അസ്ഥികളെ വീണ്ടും ജീവിപ്പിക്കാൻ പറ്റുകയുള്ളൂ. സഭ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. വീണ്ടും പ്രവാചകനോട് പറയുകയാണ്, അസ്ഥിയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഈ നിഹതന്മാരുടെ മേൽ ഊതാൻ പറഞ്ഞു. കാറ്റുകൾ ഊതാൻ പറഞ്ഞു. കാറ്റ് ഊതിക്കഴിഞ്ഞപ്പോൾ ജീവനുള്ള ദേഹിയായി ഒരു സൈന്യമെന്ന പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഇനിയൊരു ഉയർപ്പില്ല, ഇനിയൊരു മടങ്ങി വരവില്ല, ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്ന് ഇസ്രായേൽ വിലപിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അവരോട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നപ്പോൾ ഒരു സൈന്യമെന്ന പോലെ അവർ എഴുന്നേറ്റ് നിന്നെങ്കിൽ ഇന്ന് രാത്രി കൂടി വന്നവരോട് ഞാൻ പറയട്ടെ, സഭയുടെ മടങ്ങി വരവില്ല. വേറെ ഒരു മരുന്നില്ല, ഒരു എന്റർടൈൻമെന്റ് കൊണ്ടും ആത്മീയ ഉണർവുണ്ടാകത്തില്ല. ഒരു എന്റർടൈൻമെന്റ് കൊണ്ട് സഭ മടങ്ങി വരത്തില്ല. സഭ ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ ദൈവവചനം പറയുകയും പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം സഭയിൽ മടങ്ങി വരികയും ചെയ്യുമ്പോൾ മാത്രമേ ഉയർപ്പുണ്ടാകത്തുള്ളൂ. പക്ഷേ ദൈവം എപ്പോഴും ഒരു വേരിനെ ശേഷിപ്പിച്ചിട്ടുണ്ട്. എവിടെയും ദൈവം ഒരത്ഭുതത്തിന് വേണ്ടി എന്തെങ്കിലും ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. ദേശത്തെല്ലാം വലിയ ക്ഷാമമുണ്ടായ സമയത്ത് സറാഫാത്തിലെ വിധവയുടെ അടുക്കൽ ഏലിയാവ് വന്ന് പറയുന്നു, എനിക്ക് ഒരപ്പം ഉണ്ടാക്കി തരണം, അല്പം വെള്ളവും തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നു, കലത്തിൽ ഒരല്പം മാവേ ഉള്ളൂ, അതുകൊണ്ട് 2 അടയുണ്ടാക്കി ഞാനും എൻ്റെ മകനും ഭക്ഷിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുക. പക്ഷെ അവൾ പ്രവാചകന്റെ വാക്ക് കേട്ട് ഉള്ള ഇട കൊണ്ട് പ്രവാചകന് അപ്പം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ കണ്ടത് എന്താണെന്നറിയാമോ? വീണ്ടും ചെല്ലുമ്പോഴും എത്രയും മാവ് അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നോ അത്രയും അവിടെ അവശേഷിച്ചിട്ടുണ്ട്. ചിലരെ പ്രസംഗിച്ച് വലിയ ഉണർവുണ്ടാക്കാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കലത്തിലെ മാവ് പൊങ്ങി വന്നങ്ങ് നിറഞ്ഞു, ഭരണിയിലെ എണ്ണ അങ്ങ് നിറഞ്ഞു വന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എത്രയും മാവ് നേരത്തെ ഉണ്ടായിരുന്നോ അത്രയും മാവ് അവിടെ ഉണ്ട്. ആ മാവ് കൊണ്ട് ക്ഷാമകാലം മുഴുവൻ അവർക്ക് ജീവിക്കുവാൻ അത് മതിയായിരുന്നു. ഒരല്പം മാവേ ഉള്ളൂ, പക്ഷെ ആ ശേഷിപ്പ് കൊണ്ട് ദൈവം ഓരോ ദിവസവും അത്ഭുതം ചെയ്തു. ഞാൻ ഇങ്ങനെ ചിന്തിക്കട്ടെ, പ്രവാചകന് മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്ത ഉടൻ തന്നെ ദൈവം ഈ മാവെല്ലാം അങ്ങോട്ട് വർദ്ധിപ്പിച്ച് അതൊക്കെ ചാക്ക് കണക്കിന് മാവായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇവിടെ ഒരു അത്ഭുതമേ കാണത്തുള്ളായിരുന്നു, ഒറ്റ അത്ഭുതമേ കാണത്തുള്ളായിരുന്നു. പക്ഷെ അങ്ങനെ ദൈവം ചെയ്യാഞ്ഞതുകൊണ്ട് എല്ലാ ദിവസവും അവൾ അത്ഭുതം കണ്ടു. ഓരോ പ്രാവശ്യവും ഉണ്ടാക്കി കഴിയുമ്പോൾ വീണ്ടും അത് അവിടെ തന്നെ മടങ്ങി വരിക. ഇന്ന് രാത്രി ചിലരോടുള്ള ദൂത് പറയട്ടെ, ചിലർക്ക് ദൈവം ഒരുമിച്ച് ഒരു കൂനെ അങ്ങ് തരാത്തത്
നീ വിശ്വാസത്താൽ ജീവിക്കാൻ വേണ്ടി ദൈവം ഓരോ ദിവസവും നിനക്ക് അത്ഭുതം ചെയ്യുക. ഒന്നിച്ചു തരുന്നതും ദൈവമാണ്. ചിലർക്ക് ഓരോ ദിവസത്തെ അന്നത്തേക്കുള്ളത് തരുന്നതിന്റെ അർത്ഥം എല്ലാ ദിവസവും ദൈവം നിന്നെ അത്ഭുതം കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഓരോ ഒറ്റ അത്ഭുതം കൊണ്ട് തൃപ്തിപ്പെടാനല്ല, എല്ലാ ദിവസവും ദൈവം നിനക്ക് അത്ഭുതം കരുതി വെച്ചിട്ടുള്ളത് കൊണ്ട്, ശേഷിപ്പുകൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുക. ദൈവം എപ്പോഴും ഒരത്ഭുതത്തിനുള്ളത് ബാക്കി വെച്ചിട്ടുണ്ട്. ഒരത്ഭുതത്തിനുള്ള ബാക്കി വെച്ചിട്ടുണ്ട്. ലേഖന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ മറ്റൊരു വിധവയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. വിധവയുടെ ഭർത്താവ് മരിച്ചുപോയി. അതുകൊണ്ടാണല്ലോ അവൾ വിധവയായത്. പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. വിധവയ്ക്ക് കടഭാരമാണ്. 2 മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വരികയാണ്. 2 മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ ഇവൾ പ്രവാചകന്റെ അടുത്ത് ചെന്ന് പറയുന്നു, നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ യഹോവ ഭക്തനെന്ന് നീ അറിയുന്നു, ഞാനും അറിയുന്നു. പക്ഷെ ഇപ്പൊ കടക്കാര് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുക. അപ്പോൾ പ്രവാചകൻ അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പറ, നിന്റെ പക്കൽ എന്ത് ഉണ്ട്? പറയാൻ പറഞ്ഞത് നിന്റെ പ്രശ്നം പറയാനല്ല പറഞ്ഞത്. മരിച്ചുപോയി, അത് പ്രവാചകൻ അറിയാം. കടമ, അതും പ്രവാചകൻ അറിയാം. പക്ഷെ പ്രവാചകൻ അവളോട് പറഞ്ഞു, പറ, നിന്റെ പക്കൽ എന്തോ ഉണ്ടെന്ന് പറ. നമ്മളെപ്പോഴും ദൈവത്തോട് പറയാൻ സന്നിധിയിൽ വരുമ്പോൾ എന്തൊക്കെ ഇല്ലെന്നാ പറയാൻ പറ്റും. എനിക്കതില്ല, എനിക്കിതില്ല, അതില്ല. ഇല്ലായ്മയുടെ പട്ടിക നിരത്തി വെക്കാനാണ് നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുന്നത്, എന്തൊക്കെ ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി, എന്നാൽ ഇനിയൊന്ന് പറ, എന്തേലും ഉണ്ടോ? അവൾ പറഞ്ഞു, 1 ഭരണി എണ്ണയുണ്ട്. പിന്നെ സംഭവിച്ചതറിയാമല്ലോ. ഈ 1 ഭരണി എണ്ണ കൊണ്ടാണ് കൊണ്ടുവന്ന കലങ്ങൾ മുഴുവൻ നിറഞ്ഞത്. ആ നിറഞ്ഞത് വിറ്റാണ് അവളുടെ ഉപജീവനം നടന്നതും കടം വീടിയതും. ഇതിനെല്ലാം എന്തോ മതിയായിരുന്നു? ബാക്കി വന്ന 1 ഭരണി എണ്ണ മതിയായിരുന്നു. മനസ്സിലായോ? അവൾ വിചാരിച്ചത് കടം കയറി മുടിഞ്ഞു, പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ വരുന്നു, എൻ്റെ ഭർത്താവ് മരിച്ചതോടുകൂടി എനിക്ക് ഇനി ഒരു ജീവിതമില്ല, എന്നെ ഇനി ആരും സഹായിക്കാനില്ല, എന്നെ ആരും കരുതാനില്ല, എനിക്കാരും വായ്പ തരാനില്ല. ഇല്ലായ്മയുടെയും പരാതിയുടെയും പട്ടികയാണ് അവളുടെ ഉള്ളപ്പോഴും പ്രവാചകൻ ഒരു കാര്യം അവളെ മനസ്സിലാക്കി. സാഹചര്യം ഇതൊക്കെയാണെങ്കിലും ഒരത്ഭുതത്തിനുള്ളത് നീ അറിഞ്ഞിട്ടില്ല, നിന്റെ വീട്ടിൽ ബാക്കി ഇരിപ്പുണ്ട്. 1 ഭരണി എണ്ണയുള്ളൂ, ഇതുകൊണ്ട് എന്തോ ചെയ്യാനാന്നാ പറയുന്നത്. അതെ, ആ 1 ഭരണി എണ്ണ നമ്മുടെ ദൃഷ്ടിയിൽ ഒന്നുമില്ലെങ്കിലും തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി ദൈവം ബാക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഒരത്ഭുതത്തിനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. എൻ്റെ മക്കൾ ഒന്നുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്കൊരു വഴിയുമില്ല എന്ന് മനസ്സ് പറയുന്നെങ്കിലും പറ, ഇല്ല, എന്തോ ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നുള്ളയോ? നമ്മളത് തിരിച്ചറിയുന്നില്ല. വൃക്ഷം വെട്ടിയിട്ടപ്പോൾ, കൊമ്പ് മുറിച്ചു കളഞ്ഞപ്പോൾ, ഇല കുടഞ്ഞു കളഞ്ഞപ്പോൾ, ഫലങ്ങൾ ചിതറിച്ചു കളഞ്ഞപ്പോഴും ഒരു വേരവിടെ വെച്ചപ്പോൾ അത് പുറത്തു നോക്കിയാൽ വേര് കാണാനില്ല. പുറമേയുള്ള ദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ നേരത്തെ വൃക്ഷം നിന്നിടത്ത് ഒന്നുമില്ല. ബാഹ്യമായ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നുമില്ല. പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്തൊരു വേര് മണ്ണിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഒരത്ഭുതത്തിനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. എത്ര പേരത് കണ്ടുപിടിക്കും? എത്ര പേര് ഇന്നത് രാത്രി മനസ്സിലാക്കും? ദുഷ്ടപിശാചിനോട് വിളിച്ചു പറ, ഇനിയും ഒരു അത്ഭുതം ബാക്കിയുണ്ടെന്ന് പറ, ഇനിയും ഒരു അത്ഭുതം ബാക്കിയുണ്ടെന്ന് പറ. പുറമേ നോക്കിയാൽ, പുറത്തെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. പുറത്തു നോക്കിയാൽ ഒന്നും കാണാനില്ല. കാരണം വൃക്ഷം വെട്ടിയിട്ടില്ലല്ലോ, കൊമ്പ് മുറിച്ചു കളഞ്ഞല്ലോ, ഇല കുടഞ്ഞു കളഞ്ഞല്ലോ. ഇനി അവിടെ ഒരു മരം നിന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. പുറമേ നിന്ന് നോക്കിയാൽ, സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഇനി ഒന്നും ബാക്കിയില്ല. പക്ഷേ നാട്ടുകാർക്ക് കാണാൻ വയ്യ, പിശാചിനെ കാണാൻ പറ്റത്തില്ല. നാട്ടുകാർക്ക് കാണാൻ പറ്റാത്ത ഒരു വേര്
ദൈവം ഇരുമ്പും താമ്രവും കൊണ്ട് ബന്ധിച്ച് കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൂത് ഏറ്റെടുത്തു. ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ, ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് പുറത്തു നോക്കിയാൽ കാണത്തില്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനൊക്കത്തില്ല. നിങ്ങൾ അല്പം ഒന്ന് കുഴിച്ചു നോക്കിയാൽ ഒരു വേരവിടെ ഇരിക്കുന്നത് കാണാം. ഇന്ന് രാത്രി മനസ്സിന്റെ കണ്ണുകൊണ്ട് അല്പം ഒന്ന് കുഴിച്ചു നോക്ക്. ഒരത്ഭുതത്തിനുള്ളത് പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചു നോക്കി. എത്രയോ പ്രാവശ്യം എല്ലാം തീർന്നുപോയി, എല്ലാം നശിച്ചു, ഇനി ജീവിതമില്ല, ഇനി ഭാവിയില്ല എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് ഒരു വേര് കിളിച്ചു വന്നതുപോലെ ദൈവം വഴികൾ ഒരുക്കിയത് ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർ അത് ഓർത്ത് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇപ്പോഴും ഒരത്ഭുതത്തിനുള്ളത് ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കരുതലില്ലാതെ ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ആ കരുതല് പുറമേ നിന്ന് നോക്കിയാൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുകയില്ല. ഒരിക്കൽ പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ പള്ളിയിൽ കരം കൊടുത്തിട്ടില്ല. അപ്പോഴാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാനും കൊടുത്തിട്ടില്ല. പത്രോസ് കൊടുക്കാനുള്ള 2 ബ്രഹ്മപ്പണമാണ്. യേശുവിന്റെ 2 ബ്രഹ്മപ്പണം കൊടുക്കണം, 4 പണം വേണം. പക്ഷെ പൈസ ഇല്ല. യേശു പത്രോസിനോട് പറഞ്ഞ വാചകം, നീ കടലിൽ പോയി ചൂണ്ടയിടും. നിന്റെ ചൂണ്ടയിൽ കൊത്തുന്ന മത്സ്യത്തിൻ്റെ വായിൽ ഞാനൊരു കോയിനെ കരുതിയിട്ടുണ്ട്. നമ്മുടെ 2 പേരുടെയും ആവശ്യത്തിനുള്ളത് മത്സ്യത്തിൻ്റെ വായിലുണ്ട്. മത്സ്യത്തിൻ്റെ വായിൽ പണം ഇരിക്കുന്നത് യേശു എങ്ങനെ കണ്ടു? അതൊരു വലിയ അത്ഭുതമല്ലയോ? അത് വലിയ അത്ഭുതമാണ്. പക്ഷെ ഞാൻ ആ വേദഭാഗത്ത് നിന്ന് കാണുന്ന അത്ഭുതം അതിനേക്കാൾ വലുതാണ്. അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഞാനവിടെ കാണുന്നുണ്ട്. ഞാൻ കണ്ട അത്ഭുതം കടലിൻ്റെ അടിയിൽ നടക്കുന്ന മത്സ്യത്തിൻ്റെ വായിലിരിക്കുന്ന തുട്ട് യേശു കണ്ടെന്നുള്ളത് അത്ഭുതം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഞാൻ പറയാം. പത്രോസ് വീട്ടിൽ ചെന്ന് ചൂണ്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചൂണ്ടയിടുകയാണ്. എത്രയായാലും കുറേ സമയം എടുത്തല്ലോ. ഇത് കേട്ട് വീട്ടിൽ പോയി ചൂണ്ടയെടുത്ത് ചൂണ്ട കൊണ്ടുവന്ന് മത്സ്യത്തിന് ചൂണ്ടയെ പിടിക്കുകയാണ്. പക്ഷെ ഇതിനോടിടയിൽ കുറേ സമയം ലാപ്സായല്ലോ. ഈ സമയത്തും അവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്ന വേറെ ആളുകൾ കാണുമല്ലോ. ഈ സമയത്ത് അവിടെ വീശിക്കൊണ്ടിരുന്ന വല വീശിയ ആളുകൾ കാണുമല്ലോ. എന്തുകൊണ്ടാണ് വേറെ ആരുടെയും വലയിൽ ഈ മത്സ്യം കയറാഞ്ഞത്? വേറെ പലരും ചൂണ്ടയിട്ടല്ലോ. എന്താ വേറെ ആരുടെയും ചൂണ്ടയിൽ ഈ മത്സ്യം കൊത്താഞ്ഞത്? എന്താണെന്നറിയാമോ? പലരും ചൂണ്ടയിട്ടതാ, പലരും വല വീശിയതാ. പക്ഷെ ദൈവം പറഞ്ഞു, ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നതാ. പലരും ചൂണ്ടയിട്ടപ്പോൾ ദൈവം മത്സ്യത്തോട് പറഞ്ഞു, കൊത്തരുത്, കൊത്തരുത്, കൊത്തരുത്. ആ ചൂണ്ട നീ കൊത്തരുത്, വേറൊരു ചൂണ്ട വരും, അന്നേരം കൊത്തിയാൽ മതിയെന്ന് പറഞ്ഞ് പത്രോസ് ചൂണ്ടയും കൊണ്ട് വരുന്നത് വരെ മത്സ്യം വേറെ ആരുടെയും ചൂണ്ടയെ കൊത്താതെ ദൈവം തടഞ്ഞു നിർത്തിയതുപോലെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ പുറമേ നിന്ന് നോക്കിയാൽ കാണത്തില്ല. മത്സ്യത്തിൻ്റെ അടിയിൽ അത് കിടന്നത് പത്രോസിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പത്രോസിന് വേണ്ടി ദൈവം കരുതിയത് വേറെ ആരുടെയും ചൂണ്ടയെ കൊത്താതെ ദൈവം മാറ്റി നിർത്തിയതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്ക്, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ളത് വേറെ ആരുടെയും ചൂണ്ടയെ കൊത്തത്തില്ല, വേറെ ആരുടെയും വലയ്ക്കകത്ത് കയറത്തില്ല. എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്കത് കാണാൻ കഴിയത്തില്ലെങ്കിലും എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയോ. എവിടെയോ ദൈവം കരുതിയിട്ടുണ്ട്, എവിടെയോ ദൈവം കരുതിയിട്ടുണ്ട്. അത് വേറെ എങ്ങും പോവുകയില്ല. നമുക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. നമ്മുടെ മാറ്റി നിർത്തുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. പലപ്പോഴും സാഹചര്യങ്ങൾ വിലയിരുത്തി നമ്മൾ പറയും, ഇനി ഒരു നന്മയുമില്ല, ഇനി ഒരു വഴിയുമില്ല, ഇനി ഒരു വിടുതലില്ല, ഇനി ഒരു സൗഖ്യമില്ല.
പക്ഷെ മനസ്സ് പറയണം, ഞാൻ ഇവിടെ വെച്ച് തന്നെ, ഈ ആയുസ്സിൽ വെച്ച് തന്നെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ കാണും. വൃക്ഷം വെട്ടിയിട്ടാലും, കൊമ്പ് മുറിച്ചു കളഞ്ഞാലും, ഇല കുടഞ്ഞു കളഞ്ഞാലും, ഫലം ചിതറിച്ചു കളഞ്ഞാലും, പുറമേ നോക്കിയാൽ ഒന്നുമില്ലെങ്കിലും വിശ്വാസത്താൽ പറ, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് പറ, ഞാൻ നന്മ കാണാൻ പോവാ, ഞാൻ നന്മ കാണാൻ പോവാ. എത്ര പേര് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നന്മ കാണാൻ പോവാ, ഞാൻ വിടുതൽ കാണാൻ പോവാ, ഞാൻ സൗഖ്യം കാണാൻ പോവാ, ഞാനൊരു മടങ്ങിവരവ് കാണാൻ പോവാ, ഞാനൊരു പുതിയ നിലയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ കാണാൻ പോവാ. ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് പുറമേ കാണാൻ കഴിയില്ല. പലപ്പോഴും ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് പുറമേയുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ല. വെട്ടിയിട്ടതെല്ലാം കൂടെ ഒരിടത്ത് കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആളുകൾ പറയും, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പക്ഷെ എല്ലാം വെട്ടിപ്പോയി, എല്ലാം ഉണങ്ങിപ്പോയി, ഇനി ഒരു വൃക്ഷവും തളിർക്കുകയില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് പറയണം, ഇല്ല, ഒരത്ഭുതത്തിനുള്ളത് ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. ശിംശോനെ 2 പുതിയ കയറുകൊണ്ട് ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിലോട്ട് തൻ്റെ ആളുകൾ തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ്. 3000 പേര് ഒരുമിച്ച് വന്നാണ് ശിംശോനെ പിടിച്ചു കെട്ടുന്നത്. പിടിച്ചു കെട്ടി ഫിലിസ്ത്യരുടെ കയ്യിലോട്ട് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഫിലിസ്ത്യരെല്ലാം കൂടെ ആർത്തു വിളിച്ചു. ഫിലിസ്ത്യരെല്ലാം കൂടെ ആർത്തു വിളിക്കുമ്പോഴാണ് ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ഈ പുതിയ കയറ് തീയിൽ ചണനൂല് കരിയുന്നത് പോലെ കരിഞ്ഞുപോയി. അടുത്ത് നമ്മൾ വായിക്കുന്നത്, ശിംശോൻ ഒരു കഴുതയുടെ പച്ച താടിയല് കൈ നീട്ടി എടുത്തു. അവിടെ ശിംശോന് വേറെ ആയുധങ്ങളൊന്നുമില്ല. ഫിലിസ്തീന് യുദ്ധത്തിന് വരുമ്പോൾ ശിംശോന്റെ കയ്യിൽ വാളില്ല, കുന്തമില്ല, പരിചയമില്ല. പക്ഷെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ വാളും വേണ്ട, കുന്തവും വേണ്ട, പരിചയം വേണ്ട. ബാക്കിയുള്ളത് ഒരു കഴുതയുടെ ഒരു എല്ല. ദൈവത്തിന് അത് മതി. ദൈവം അത് കരുതിയിട്ടിരിക്കുന്നത് ആരും കണ്ടില്ല, ഇതൊരായുധമായി തീരുമെന്ന്. ശിംശോൻ അറിയത്തില്ലായിരുന്നു ഇതൊരായുധമാകുമെന്ന്. അവിടെ വന്ന ആർക്കും അറിയത്തില്ല ഇതൊരായുധമാകുമെന്ന്. ഏതോ ഒരു കഴുത ചത്തുപോയി, അതിന് മാംസം ആരോ കൊത്തിപ്പറിച്ചു തിന്നു, ഒരു എല്ല് മാത്രം അവിടെ കിടപ്പുണ്ട്, ഇതുകൊണ്ട് എന്തോ ചെയ്യാനാണെന്ന് ചിന്തിച്ചിരിക്കുക. പക്ഷെ ആ കണ്ടത് ശിംശോൻ കൈ നീട്ടിയെടുത്തു. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവൻ കൈ നീട്ടിയെടുത്തെന്ന് പറഞ്ഞാൽ കൈ എത്തുന്ന ദൂരത്താണ് ദൈവം അത് കൊണ്ടിട്ട് കൊടുത്തത്. വിശ്വസിക്കാമോ? നിനക്ക് കൈ എത്തുന്ന ദൂരത്ത് തന്നെ നിന്റെ ആയുധം ദൈവം വെച്ചിട്ടുണ്ട്. നിനക്ക് കൈയെത്തുന്ന ദൂരത്താണ്. ശിംശോൻ കൈ നീട്ടിയെടുത്തെന്നാ പറഞ്ഞത്. നീ കൈയൊന്ന് നീട്ടിയാൽ മതി. കൈ നീട്ടിയാൽ നിന്റെ കൈ എത്തുന്ന ദൂരത്ത് ദൈവം അത് കൊണ്ടിട്ടിട്ടുണ്ട്. അതിനുവേണ്ടി അനഞ്ഞു നടക്കേണ്ട. പക്ഷേ ഈ താടിയല് കൊണ്ട് ഞാനെന്തോ ചെയ്യാനായി, നിസാരപ്പെട്ടത് കൊണ്ട് എന്തോ ചെയ്യാനെന്ന് വിചാരിക്കരുത്. അത് ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുത്തന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് വലിയ ആയുധമായിട്ട് മാറിയിട്ട് 1000 പേരെ അതുകൊണ്ട് ദൈവം കൊന്നു. പുറമേ നോക്കിയാൽ ഒന്നുമില്ലാത്ത ഒരു എല്ലാം, പക്ഷെ അത് ദൈവം കരുതിയ കരുതലാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നിങ്ങളുടെ സാഹചര്യം എന്തെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ നഷ്ടപ്പെട്ട്, ഒരുപക്ഷെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, എന്തൊക്കെയോ ഭൗതികമായി, ആത്മീയമായി, ശാരീരികമായി നഷ്ടപ്പെട്ടപ്പോൾ ഇനി ഒരു കിളിർപ്പില്ല, ഇനി ഒരു സാധ്യതയുമില്ല, പുറമേ നിന്ന് നോക്കിയാൽ ഒന്നും കാണാനില്ല. അപ്പോൾ പിശാച് പറയും, എല്ലാം കഴിഞ്ഞുപോയി, എല്ലാം കഴിഞ്ഞുപോയി. അപ്പോൾ പിശാച് പറയും, ദൈവം നിന്നെ മറന്നു കളഞ്ഞു. നമ്മൾ ആദ്യം വായിച്ച സങ്കീർത്തനത്തിലും അതാണല്ലോ കേട്ടത്. യഹോവേ, നീ എത്രത്തോളം എന്നെ മറന്നുപോകും, എത്രത്തോളം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കും. എത്ര താമസിച്ചാലും വിശ്വസിക്കണം, എത്ര താമസിച്ചാലും വിശ്വസിക്കണം. ഒരു വേര് ദൈവം മണ്ണിൻ്റെ അടിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മണമടിക്കുമ്പോൾ അത് വീണ്ടും കിളിർത്തു വരുന്നത് പോലെ ഈ യോഗത്തിൻ്റെ അവസാന സമയത്ത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഒരു വെള്ളത്തിൻ്റെ മണമടിച്ചപ്പോൾ ആ വേര് കിളിർത്തു വന്നതുപോലെ ദൈവം ഈ രാത്രിയിൽ
ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രി വെള്ളത്തിൻ്റെ മണമല്ല, ഇന്ന് രാത്രി വെള്ളത്തിൻ്റെ നദിയുടെ ഒഴുകാൻ പോവാം. കരങ്ങളെ അടിച്ച് ആദരങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദിയൊഴുക്കുന്ന രാത്രി ഉണ്ടാകട്ടെ. ഒരു നദിയുടെ ഒഴുകട്ടെ, ഒരു നദിയുടെ ഒഴുകട്ടെ. ആ നദിയിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്തുകൊണ്ട് ഇനി കിളിർപ്പില്ലെന്ന് പറഞ്ഞത്, ഇനി നാമ്പില്ലെന്ന് പറഞ്ഞത്, പിശാച് നുള്ളിക്കളഞ്ഞത്, പിശാച് നുള്ളിക്കളഞ്ഞ് നാമ്പ് നുള്ളിക്കളഞ്ഞ് ഇനി കിളിർക്കത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് രാത്രി കിളിർത്തു വരുന്നു. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവത്തിന്റെ വിടുതലോടെ നടക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ നടക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ നടക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. ഒരു പേരിന് ദൈവം മാറ്റിവെച്ചതുപോലെ ഒരത്ഭുതത്തിനുള്ളത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെച്ച് ഇന്ന് രാത്രി ഈ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിളിച്ചു പറയുന്നു, ഞാനത് പ്രവചിച്ചു പറയുന്നു. ഏറ്റെടുത്ത ദൈവത്തിന് മഹത്വം നടത്താം. നന്ദിയോടെ 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 നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ മനസ്സിലൊരു വിടുതൽ ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പിശാച് പറയുന്ന നുണ കേട്ട് വിശ്വസിച്ച് പോകരുത്. ഉറക്കെ പറ, ദൈവം ഒരു വേര് സൂക്ഷിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തിനുള്ളത് ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മണമടിച്ചപ്പോൾ ആ വേര് കിളുത്തു വന്നതുപോലെ എനിക്കൊരു മടങ്ങി വരവുണ്ട്. എനിക്ക് വീണ്ടും ഒരു തഴപ്പുണ്ട്, വീണ്ടും ഒരു ശുശ്രൂഷയുണ്ട്. വീണ്ടും ദൈവം എന്നെ കരക്കൊണ്ടെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. പിശാച് വെട്ടിയിട്ടതെല്ലാം കിളുത്തു വരാൻ പോവുകയാണ്. പിശാച് തുള്ളിക്കളഞ്ഞതെല്ലാം ആർത്ത് കിളുത്തു വരാൻ പോവുകയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്, ഒരു വിടുതൽ ബാക്കി വെച്ചിട്ടുണ്ട്, ഒരു മടങ്ങി വരവ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ യഹോവയുടെ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു നിമിഷം എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ അധരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്താട്ട്. വെള്ളത്തിൻ്റെ ഗന്ധമടിച്ചപ്പോൾ അത് കിളിർത്തു വന്നതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഇന്ന് രാത്രി എനിക്ക് ഒരു മടങ്ങി വരവുണ്ട്, എനിക്കൊരു വിടുതലുണ്ട്, എനിക്കൊരു സൗഖ്യമുണ്ട്. എൻ്റെ നന്മ മടങ്ങി വരാൻ പോവുകയാണ്. എൻ്റെ ഭാവി ദൈവം ശോഭനമാക്കി തീർക്കാൻ പോവുകയാണ്. എല്ലാം നശിച്ചു പോയി, എല്ലാം കെട്ടുപോയി. ഇനി ഒരു നന്മയുമില്ല, ഇനി ഒരു മടങ്ങി വരവില്ല, ഇനി ഒരു ഭാവിയുമില്ല. ഇനി എനിക്ക് ആയുസ്സില്ല, ഇനി എനിക്ക് ആരോഗ്യമില്ല, ഇനി എനിക്ക് ശുശ്രൂഷയില്ലെന്ന് ദുഷ്ടപിശാച് പറഞ്ഞ നുണ കേട്ട് വിശ്വസിക്കരുത്. ഇന്ന് രാത്രി വിശ്വസിക്കുക. എല്ലാം വെട്ടിക്കളഞ്ഞാലും, എല്ലാം മുറിച്ചു കളഞ്ഞാലും, എല്ലാം കുടഞ്ഞു കളഞ്ഞാലും, എല്ലാം ചെറിപ്പോയാലും ഒരു വേര് ദൈവം ബാക്കി വെച്ചതുപോലെ ഒരത്ഭുതത്തിനുള്ളത് എൻ്റെ ജീവിതത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അത് കിളിർത്തു വരാൻ വെള്ളത്തിൻ്റെ ഗന്ധം മാത്രം മതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇനിയും പണിയാനുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇനിയും കിളിർപ്പിക്കാനുണ്ട്. അതരങ്ങളെ തുറന്ന് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. നന്ദിയോടെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് ചെറുതുപാടി കർത്താവിനെ വീണ്ടും ആരാധിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിക്കാലം നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ സന്ദേശം, ആ ശക്തിയേറിയ ദൂത് നമ്മുടെ മനസ്സിനെ ദൈവം ഉണർത്തി, നമ്മുടെ പരമാർത്ഥ മനസ്സിനെ കർത്താവ് ഉണർത്തി. ഉണരുക സഭയെ, ഉയർത്തുക ശിരസെ, മണവാളൻ വലവെ
അങ്ങയുടെ സന്നിധിയിലുള്ള സന്തോഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കും ദൈവം തന്ന പദവിക്കായി സ്തോത്രം. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുകയും ഇത്രമാത്രം ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ഈ സന്ധ്യാസമയത്തെ മീറ്റിംഗിൽ പ്രാരംഭം മുതൽ ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ജനം ഒരുമിച്ച് കടന്നു വന്നങ്ങെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഒരു മരം മുറിച്ചു കളഞ്ഞാൽ, അതിന്റെ കൊമ്പുകൾ വെട്ടിക്കളഞ്ഞാൽ, അതിന്റെ കായ്കൾ ചിതറിച്ചു കളഞ്ഞാലും അതിനിടയിൽ ഒരു തായ്വേരിനെ ശേഷിപ്പിച്ച് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിലും ഞങ്ങളെ കേൾപ്പിച്ച് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ശക്തമായ ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് പ്രവർത്തിക്കാൻ വലിയ കാര്യങ്ങൾ വേണമെന്നില്ല. ശേഷിക്കുന്നതിൽ നിന്ന്, അല്പത്തിൽ നിന്ന് പ്രവർത്തിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നിടത്ത്, സർവ്വതും അസ്തമിച്ചെന്ന് തോന്നുന്നിടത്ത് ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങ് എഴുന്നേൽക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിരാശയോടോ ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യേ സർവ്വതും തീർന്നു എന്ന് ചിന്തിച്ചോ ഇന്ന് രാത്രി കടന്നു വന്ന ജനത്തോട് അങ്ങയുടെ ശക്തിയേറിയ ആലോചന അറിയിച്ച് അങ്ങ് ധൈര്യപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ ദാസൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവേ, ഏതെങ്കിലും വിഷയത്തിന് മുൻപാകെ ഭാരത്തോടെ വന്നിരിക്കുന്ന ജനമുണ്ടെങ്കിൽ, പ്രയാസത്തോടെ വന്നിരിക്കുന്ന ജനമുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുന്ന ദൈവം, ഹല്ലേലൂയ. കർത്താവേ, ആ ദൈവത്തിൽ വിശ്വസിപ്പാൻ ഇന്ന് രാത്രി കൃപ ചെയ്യണമേ. ഈ ഹോള് വിട്ട് മടങ്ങി പോകുമ്പോൾ നിരാശയോടെ പോകുവാൻ അനുവദിക്കരുത്. ഒരു വിടുതലില്ലാതെ പോകുവാൻ അനുവദിക്കരുത്. ഇന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച ആ വചനത്തിന്റെ ശക്തിയിൽ തന്നെ വിടുതൽ ഞങ്ങൾ ഈ രാത്രി ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ദാസനെ വീണ്ടും അഭിഷേകത്തോടെ നീ ഉപയോഗിക്കണമേ. ഈ രാത്രി മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ നിന്റെ മകനെ നീ ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം. ഈ ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ വിലയേറിയ ദാസന്മാർക്കായി സ്തോത്രം. അവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സിറ്റിയിലുള്ള എല്ലാ സഭകളെയും, ദൈവദാസന്മാരെ, വിശ്വാസികളെ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പല വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇന്റർസീഡ് ചെയ്തു. സ്വർഗം ആ വിഷയങ്ങളുടെ മേലയച്ച മറുപടിക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നെങ്കിലും കർത്താവേ, നാളെ രാവിലെ അതത് സഭകളിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം അർപ്പിപ്പാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനം മടങ്ങിപ്പോകുമ്പോഴും അങ്ങയുടെ സാന്നിധ്യവും കാവലും അവരുടെ മേലുണ്ടാകണമേ. സർവ മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് ഈ രാത്രി അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് പരിപാലിച്ച് ബലപ്പെടുത്തി ഓരോ നിമിഷവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും, വചനം ശുശ്രൂഷിച്ച ദൈവത്തിന്റെ ദാസനോടും വചനം കേട്ട എല്ലാവരുടെ പേരും, ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടി ഇന്ന് മുതൽ നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ഈ രാത്രിയിൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനമായി ഭൂലോകം മുഴുവനും പാതന്റെ വേലയ്ക്കായി നല്ല